വയനാട് മലകളാൽ ചുറ്റപ്പെട്ട സമ്പന്നമായ സംസ്കാരത്തിന്റെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും നാട്. വയനാട്ടിലെ ബ്രിട്ടീഷ് ഭരണത്തിന് രണ്ട് കാലഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പഴശ്ശിരാജയിൽ നിന്ന് പിടിച്ചെടുത്ത വയനാട് പ്രദേശങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചിരുന്ന കാലം. 1858 രാജ്ഞി നേരിട്ട് ഭരണം ഏറ്റെടുക്കുന്നത് വരെ ഇത് തുടർന്നു. പിന്നീട് 1947 വരെ മലബാർ കളക്ടറുടെ കീഴിലുള്ള ബ്രിട്ടീഷ് ഭരണമായിരുന്നു വയനാട്ടിലുണ്ടായിരുന്നത്. വയനാട്ടിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് മുമ്പ് തന്നെ സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകം വയനാട്ടിലുള്ളതായി പല ചരിത്രങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നവീന ശിലായുഗം വയനാട്ടിൽ നിലനിന്നിരുന്നതിന് തെളിവായി എടക്കൽ ഗുഹാചിത്രങ്ങൾ ഇന്നും നിലകൊള്ളുന്നു. മനുഷ്യന്റെ ആദിമകലയുടെ ശാശ്വത രേഖ പോലെ. വയനാട്ടിൽ ആദ്യമായി ഒരു റവന്യൂ സെറ്റിൽമെന്റിന് തുടക്കം കുറിച്ചത് തലശ്ശേരി കളക്ടറായിരുന്ന TH ബാലനായിരുന്നു എന്നാണ് HS ഗ്രാമയുടെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രാമയുടെ കാലത്ത് മൂന്നനാട്, മുത്തൂർനാട്, ഇളങ്കൂർനാട്, നല്ലൂർനാട്, ഇടനാശങ്കൂർ, പോരന്നൂർ, കുറുമ്പാല, വയനാട്, നമ്പിക്കൊല്ലി, ഗണപതിവട്ടം എന്നീ ഡിവിഷനുകളായിരുന്നു വയനാടിന് ഉണ്ടായിരുന്നത്. പിന്നീട് ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ പ്രദേശങ്ങളെ വിഭജിക്കുകയും ചെയ്തു. ഗണപതിവട്ടം എന്ന പ്രദേശത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും പലപ്പോഴായി പല റിപ്പോർട്ടുകളും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഗണപതിപ്പാളം എന്ന സ്ഥലത്തെ പോലീസ് പിക്കറ്റിനെ കുറിച്ചും ബ്രിട്ടീഷ് രേഖകളിൽ പരാമർശം കാണാവുന്നതാണ്. മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും പടയോട്ട കാലത്ത് അന്നത്തെ പാതയോരത്ത് നിലനിന്നിരുന്ന പ്രധാന സ്ഥലമായ ഗണപതിവട്ടം പിൽക്കാലത്ത് സുൽത്താൻ ബത്തേരി എന്ന് അറിയപ്പെട്ടത്. ഗണപതിവട്ടം എന്ന പേര് വരുന്നതിന് മുമ്പ് തന്നെ ജൈനന്മാർ വസിച്ചിരുന്ന ഈ പ്രദേശം ഹന്നരട് വീതി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 12 ജൈന തെരുവുകൾ നിലനിന്നത് കൊണ്ടാണ് ഈ തെരുവിന് ഈ പേര് ലഭിക്കപ്പെട്ടത്. ഹൈന്ദവ വിശ്വാസികളായ ചെട്ടി വിഭാഗം പിന്നീട് ഗണപതിവട്ടം എന്ന പേര് ജനകീയ പേരായി മാറിയത്. ഏകദേശം 300 വർഷം മുമ്പാണ് ഈ പേര് ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നീട് കോട്ടയം രാജാക്കന്മാരുടെ കാലത്ത് പാറക്മീത്തൽ എന്ന പേര് ഇന്നത്തെ സുൽത്താൻ ബത്തേരി അറിയപ്പെടുകയും ചെയ്തു. ടിപ്പു സുൽത്താന്റെ കാലത്ത് സുൽത്താൻ ബത്തേരി ടിപ്പു സുൽത്താന്റെ ആയുധപ്പുരയായി മാറുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ പിന്നീട് ഇതിനെ സുൽത്താൻസ് ബാറ്ററി, അതായത് ടിപ്പു സുൽത്താന്റെ ആയുധപ്പുര എന്നർത്ഥം വരുന്ന രീതിയിൽ പരാമർശിച്ചു. അങ്ങനെ സുൽത്താൻ ബാറ്ററിയാണ് പിന്നീട് ലോപിച്ച് ഇന്നത്തെ സുൽത്താൻ ബത്തേരിയായി മാറിയത്. ഇപ്പോഴും ബത്തേരിയിൽ പലയിടത്തും ഈ ഗണപതിവട്ടം എന്ന പേര് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ചില രേഖകളിൽ ഹന്നരടു വീതി പരാമർശമുണ്ടെങ്കിലും പൊതുവെ ജനപ്രിയമായത് സുൽത്താൻ ബത്തേരി എന്ന പേര് തന്നെയാണ്. സുൽത്താൻ ബത്തേരി എന്ന പേര് മാറ്റി ഗണപതിവട്ടം എന്ന് പുനർനാമകരണം ചെയ്യണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് സിനിമാ സംവിധായകനായ രാമസിംഹനായിരുന്നു. ഒരു ചാനൽ ചർച്ചയ്ക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ആവശ്യം. വയനാട് സ്വദേശി കൂടിയായ അദ്ദേഹം ആധികാരികതയോടെയാണ് ഈ വിഷയം അന്ന് ചാനൽ ചർച്ചയിൽ അവതരിപ്പിച്ചത്. പിന്നീട് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ച അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും ഈ വിവാദത്തെ ഏറ്റുപിടിച്ചു. അങ്ങനെയാണ് സുൽത്താൻ ബത്തേരി ഒരു ഹോട്ട് ടോപ്പിക്കായി മാറിയത്. പഴയ കാലഘട്ടത്തിൽ ഗണപതിവട്ടം ഒരു വ്യാപാര കേന്ദ്രമായും വാണിജ്യ കേന്ദ്രമായും മൈസൂരിലേക്കുള്ള പാതയിലെ ഇടത്താവളമായും വനഭൂമിക്കിടയിലെ പ്രധാന വഴിത്താരയായും അറിയപ്പെട്ടിരുന്നു. 4 കൂടിയ വഴികൾ ചുറ്റുമായും പ്രധാന പാതയോരത്തെയും ആരാധന കേന്ദ്രങ്ങളെ ചുറ്റിയും ഗണപതിവട്ടം എന്ന സ്ഥലം വളർന്നു. ആധുനിക കാലത്തേക്ക് വരുമ്പോൾ 1934 കിടങ്ങാട് പഞ്ചായത്ത് രൂപീകരിച്ചത്. മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ ഭരണത്തിൽ നിന്നും പിന്നീട് സുൽത്താൻ ബത്തേരി കിടങ്ങാട് പഞ്ചായത്തിന്റെ കീഴിലായി. 1968 നൂൽപ്പുഴ പഞ്ചായത്ത്, 74 നെന്മേനി പഞ്ചായത്ത് എന്നിവയുടെ ഭാഗമായും സുൽത്താൻ ബത്തേരി വളർന്നു. അങ്ങനെ സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടു. പിന്നീട് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുടെ കീഴിൽ പുതിയ ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും
സുൽത്താൻ ബത്തേരി സ്ഥാപിതമായി. ഇന്നും നിലനിൽക്കുന്ന ഗണപതി ക്ഷേത്രം, ജൈന ക്ഷേത്രം, മലങ്കര പള്ളി എന്നിവ ചരിത്രത്തിന്റെ സ്മാരകങ്ങളാണ്. തമിഴ്നാട്, കർണാടക, കുടക് പോലുള്ള പ്രദേശങ്ങളുമായി സുൽത്താൻ ബത്തേരിയും വയനാടിന്റെ മറ്റു ഭാഗങ്ങളും മധ്യകാലം മുതലേ ബന്ധം പുലർത്തിയിരുന്നു. നവീന ശിലായുഗം മുതൽ തന്നെ വയനാട്ടിൽ സമ്പന്നമായ ഒരു സംസ്കാരത്തെ വളർത്തിയത് ആദിവാസി സമൂഹങ്ങളാണ്. ചെട്ടിമാർ, പണിയർ, കുർമാർ, ഊരാളികൾ, നായ്ക്കർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾ സുൽത്താൻ ബത്തേരിയിലെ പ്രാഥമിക നിവാസികളാണ്. ബ്രിട്ടീഷ് ഭരണവർഗങ്ങളും കുടിയേറ്റ ജനങ്ങളും സൈനിക സേവനത്തിനായി വന്ന കോളനിക്കാരും ചേർന്നാണ് സുൽത്താൻ ബത്തേരിയുടെ സമഗ്രമായ ചരിത്രം രൂപപ്പെടുത്തിയത്. 1920കളിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന് കീഴിൽ സുൽത്താൻ ബത്തേരി LP സ്കൂൾ സ്ഥാപിച്ചു. 1940 മുതൽ സുൽത്താൻ ബത്തേരിയിലേക്ക് മലപ്പുറത്തു നിന്നും, കോഴിക്കോട് നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, കർണാടകയിൽ നിന്നും ബസ് സർവീസ് ആരംഭിച്ചു. നിലവിൽ മുനിസിപ്പാലിറ്റിയായി പ്രവർത്തിക്കുന്ന സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃത്തിയോടെ സംരക്ഷിക്കപ്പെടുന്ന മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ്. ഒരുപാട് ക്ഷേത്രങ്ങളും മസ്ജിദുകളും ചർച്ചുകളും സുൽത്താൻ ബത്തേരിയുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. ഏകദേശം 2000 വർഷം പഴക്കമുള്ള ജൈന ക്ഷേത്രം ഇപ്പോഴും സുൽത്താൻ ബത്തേരിയിൽ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ കേരള പുരാവസ്തു വകുപ്പാണ് ഇതിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. മാരിയമ്മൻ കോവിലിലെ ഉത്സവമാണ് സുൽത്താൻ ബത്തേരിയിലെ പ്രധാന ഉത്സവങ്ങളിലൊന്ന്. ബത്തേരി മഹാഗണപതി ക്ഷേത്രം, കുപ്പാടി ദേവി ക്ഷേത്രം, കരിവള്ളിക്കുന്ന് ക്ഷേത്രം എന്നിവ ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങളാണ്. പഴപ്പത്തൂർ ക്ഷേത്രത്തിലെ തെയ്യവും കലാപൈതൃകത്തിന്റെ പ്രതിനിധിയാണ്. സുൽത്താൻ ബത്തേരി ബ്രിട്ടീഷ് ഭരണകാലം, ആദിവാസി പൈതൃകം, ടിപ്പു സുൽത്താന്റെ സ്മരണ, മതസൗഹാർദ്ദം, വിദ്യാഭ്യാസം, സംസ്കാര വികാസം എല്ലാം ചേർന്ന് നൂറ്റാണ്ടുകൾ നീളുന്ന ചരിത്രത്തിന്റെ ജീവനുള്ള ഓർമ്മയാണ്. വയനാട്ടിലെ ഏറ്റവും വലിയ പട്ടണം ഇന്നും അതിന്റെ പഴയ ആത്മാവും ഭാവിയുടെ പ്രതീക്ഷകളും ഒരുമിച്ച് നിലനിർത്തുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി.